ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചരിയാണ് ആവശ്യം. നമുക്ക് പച്ചരി 2 ഗ്ലാസ്സാണ് എടുത്തത്. നമുക്ക് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും വളരെ കുറഞ്ഞ മസാല മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. 2 മുട്ട നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പൊട്ടിച്ചൊഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. ഇതൊന്ന് ഇതുപോലെ വറുത്തെടുക്കാം. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ ഓഫീസിൽ പോകുന്നവർക്ക് എല്ലാവർക്കും നല്ല അടിപൊളി സംഭവമാണ്. ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ മുട്ടയൊക്കെ നമുക്ക് ഏകദേശം ഡ്രൈ ആയി കിട്ടും. അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണേ. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് നമ്മളെ പച്ചരി റെഡി ആയിട്ടുണ്ട്. ഇത് വൃത്തിയായി കഴുകിയതിന് ശേഷം 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് ഉപ്പും ഒക്കെ നല്ലോണം മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലോട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാനുള്ളതാണ്. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിൻ്റെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നല്ല മഷി പോലെ ഒന്നും അരഞ്ഞു കിട്ടണമെന്നില്ല. ഏകദേശം നമ്മുടെ ദോശക്കൊക്കെ അരക്കുന്ന ആ രൂപത്തിൽ തന്നെ നമുക്ക് ആയി കിട്ടേണ്ടത്. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ബാക്കിയുള്ളത് കൂടി അരച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം അഥവാ നല്ല കട്ടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കറക്റ്റാക്കിയാൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂടായതിന് ശേഷം ഓരോ ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇത് മുന്നേ നമുക്കിത് ഇട്ട് കൊടുക്കണേ. എന്നാലേ നമുക്കിത് നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടും. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാലകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ എല്ലാം ആയി കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ എല്ലാം ചുട്ടെടുക്കാൻ പറ്റും. നല്ല ഫ്ലെയിമിലൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.